പ്രതി കൂടിയെന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്? ഇത് വലിയൊരു കാര്യമാണ്. കാരണം പല ആൾക്കാരെയും സംശയിക്കുകയായിരുന്നു, പല ആൾക്കാരെയും. പക്ഷേ ഇതിനെ പിടിച്ചത് കൊണ്ടെന്ന വളവട്ടണം പോലീസിന്, സ്റ്റേഷനിൽ എല്ലാവർക്കും വലിയൊരു അഭിനന്ദനം നമ്മൾ പറയാം. ബിഗ് സല്യൂട്ട് കേരള പോലീസിനും. കുറ്റമറ്റ രീതിയിൽ ചെറിയ സമയം കൊണ്ട് ഈ പ്രതിയെ കണ്ടെത്തി നമ്മുടെ നാട്ടിന്റെ അഭിമാനമായ വളവട്ടണം പോലീസ് സ്റ്റേഷനിലെ എല്ലാ ടീമിനും അതുപോലെ കേരള പോലീസിനും ഒരു വലിയ ബിഗ് സല്യൂട്ട്. വളരെ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തിയ കേരള പോലീസിന് ബിഗ് സല്യൂട്ട്. വളവട്ടണം സ്വദേശികൾ എന്ന നിലയിൽ വളരെ ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കുന്നു. ആളുകളെ സംബന്ധിച്ചിടത്തോളം പോലീസ് അത് വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു. കാരണം ഇത്ര വലിയ തുകയാണ്, വലിയ സ്വർണ്ണമാണ്, വലിയ മുതലാണ് കളവ് പോയത്. അപ്പോൾ അത് ആളുകൾക്ക് വലിയ ആശങ്കയുണ്ടായി. കാരണം തൊട്ട അയൽവാസികളായി ധാരാളം വീടുകളുണ്ട്. ആ വീട്ടുകാർക്കൊക്കെ വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇതാരാണ് ഈ മോഷണം നടത്തിയത്? ഇത്രയധികം തുകയും ഇത്രയധികം സ്വർണവും ഒക്കെ കവർന്ന് ആരാണ്? ഇത് കുർബാ സംഘമാണോ? അങ്ങനെ വലിയ വലിയ ആശങ്കകളൊക്കെ തന്നെ ആളുകൾ പങ്കുവച്ചതാണ്. ആ സമയത്താണ് കൃത്യമായ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, കാരണം തൊട്ട അയൽവാസിയാണ്, അവർക്കൊപ്പം സംസാരിച്ച് ജീവിച്ച വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തി തന്നെ പിടിയിലാവുമ്പോൾ അയാളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു നാട്ടുകാർക്കും കൂടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ കാര്യം തന്നെ. ഫെലിക്സ്, അഷ്റഫ് എങ്ങാനും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? അദ്ദേഹം ഒരുപക്ഷെ പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ നമുക്കറിയില്ല. എങ്കിലും ആ കുടുംബത്തിന്റെ ഒരു പ്രതികരണം ഈ സമയത്ത് എല്ലാവരും പ്രതീക്ഷിക്കുന്നതുമാണ്. എന്തെങ്കിലും അല്ലാതെ ക്യാമറയ്ക്ക് മുന്നിലല്ലാതെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടായോ? അഷ്റഫിൻ്റെ കുടുംബത്തെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അഷ്റഫിൻ്റെ കുടുംബം ഇവിടെ ഉണ്ടോ എന്നറിയില്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്നു, അതായത് അഷ്റഫ് ഉണ്ടായിരുന്നില്ല, പക്ഷേ മറ്റ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അവരൊക്കെ വലിയ ആശ്വാസം തന്നെയാണ് പ്രകടിപ്പിച്ചത്. കാരണം ഇത്രയധികം വലിയ കവർച്ചയാണ് നടന്നത്. അവരുടെ ഒരു ആയുസ് കൊണ്ട് അവർ സമ്പാദിച്ച പണവും സ്വർണവും ഒക്കെ തന്നെയാണ് കവർന്നത്. അപ്പോൾ അത് തിരികെ കിട്ടിയെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരം തന്നെ. ഏതായാലും അഷ്റഫിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളവും വലിയ ആശ്വാസം തന്നെ. കാരണം ഇത്രയധികം വലിയ ഒരു കവർച്ച, ആ കവർച്ച കേസിലെ പ്രതിയെ കൃത്യമായി പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. അത് പിടികൂടാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അതിലെ സ്വർണവും പണവും ഒക്കെ തന്നെ കൃത്യമായി അത് പിടിച്ചെടുക്കാൻ കൂടി പോലീസിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 1 കോടി എന്ന് പറഞ്ഞിട്ട് 1,21,00,000 വന്നു എന്നറിയില്ല. ഇത് വലിയൊരു വ്യത്യാസമാണല്ലോ. ഇതിപ്പോൾ അതിനെക്കുറിച്ച് ഈ ഉടമ എന്തെങ്കിലും പറയുണ്ടായോ? 21,00,000 അധികം വന്നു, അതെങ്ങനെയാണ് കണക്കിലൊരു വ്യത്യാസം വന്നത്? പോലീസ് എന്ത് പറയുന്നു? അക്കാര്യത്തിൽ അതായത് ഒരുപക്ഷെ 1 കോടിയിൽ, അതായത് ഈ പരാതിയിൽ 1 കോടിയാണ് പറഞ്ഞിരുന്നതെങ്കിൽ പക്ഷേ അതിൽ കൂടുതൽ പണം ഇയാൾ മോഷ്ടിച്ചിരിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പറയുന്ന 1 കോടി ഒരുപക്ഷെ പരാതിയായിട്ട് 1 കോടിയായിരിക്കും നൽകിയിട്ടുണ്ടാകും. അതിൽ കൂടുതൽ തുക മോഷണം പോയിട്ടുണ്ടാകും. അങ്ങനെയാകും ആ തുക 1,21,00,000 എന്ന തുകയിലേക്ക് എത്തിയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അത് വലിയ അനുഗ്രഹം തന്നെയാണ്. അതായത് കൃത്യമായി ആ തുക കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് ഇതിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും തീർച്ചയായിട്ടും ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരം തന്നെയാണ് എന്ന് പറയാൻ കഴിയും. ചിലപ്പോൾ പ്രതിയെ പിടികൂടി